ചാരെ പാർട്ട് 7. വൈഷ്ണവി രാവിലെ ദീപ്തിയുടെ മുറിയിലേക്ക് വരുമ്പോൾ അവൻ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിപ്പാണ്. ദീപ്തി, എങ്ങനെയുണ്ട് നിനക്ക്? വൈഷ്ണവി: ഞാൻ ഓക്കെ ആണല്ലോ. നിനക്ക് ഇന്നലെ എന്ത് പറ്റി? വൈകുന്നേരം മുറിയിലേക്ക് കയറിപ്പോയിട്ട് ഇപ്പോഴാണല്ലോ നിന്നെ കാണുന്നത്. എന്ത് പറ്റി? ദീപ്തി: ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന, അത് സുഖമായി. എന്താ പരിപാടി? വൈഷ്ണവി, എനിക്ക് ഈ റീൽസ് കണ്ടിട്ട് നമ്മുടെ നാടൻ ചോറും അതിലേക്ക് പൊരിച്ച മീനും തേങ്ങാ ചമ്മന്തിയും പപ്പടവും കൂട്ടി കഴിക്കാൻ തോന്നുക. നമ്മുടെ നാടെല്ലാം ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ദീപ്തി എന്തോ ആലോചിച്ച് കൊതിയോടെ പറഞ്ഞതും, നിന്റെ സംസാരം കേട്ടിട്ട് എൻ്റെ വായ വരെ വെള്ളമൂറി ഞാൻ ഉണ്ടാക്കി തരാം. വൈഷ്ണവി: നീയോ? വേണ്ട, അതിനുള്ളതൊന്നും ഇവിടെ കാണില്ല. അതെല്ലാം പുറത്തു നിന്നും മേടിക്കേണ്ടി വരും. മോളെ ദീപ്തി, 3 വർഷമായി ഞാൻ ഇവിടെ. അതെല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ് ഇവിടെയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊതിയാകുമ്പോൾ അവിടെ നിന്നും മേടിച്ച് തയ്യാറാക്കാറുണ്ട്. വൈഷ്ണവി: അയ്യോ, അതിന് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാനുള്ള അവകാശം നമുക്കില്ല. അതൊന്നും വേണ്ട, ഞാൻ എൻ്റെ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. ദീപ്തി: അവളൊരു ഭയത്തോടെയായിരുന്നു അത് പറഞ്ഞത്. എൻ്റെ പൊന്ന് ദീപ്തി, നീ ഇങ്ങനെ ഭയപ്പെടാതെ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. വൈഷ്ണവി: അവൾ അതും പറഞ്ഞുകൊണ്ട് വൈഷ്ണവി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ചാടിത്തുള്ളി ഇറങ്ങി. വൈഷ്ണവി പതിയെ അവളുടെ റൂമിലേക്ക് വരുമ്പോൾ ആരവ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഇങ്ങോട്ട് പാളി നോക്കുന്ന വൈഷ്ണവിയെ ആരവ് കാണുന്നത്. അവളെ കണ്ടതും അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അത് കണ്ടതും അവളൊന്നും മടിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. വൈഷ്ണവി: പുറത്തേക്കോ? എന്തിന്? കല്യാണത്തിന്. ഇയാൾ അനുവാദമില്ലാതെ എനിക്ക് പോകാൻ അറിയില്ലെന്നാ വിചാരം. വൈഷ്ണവി ആത്മ. അവൻ എന്താണെന്ന പോലെ വീണ്ടും അവളെ നോക്കുന്നുണ്ട്. അത് എനിക്ക് കുറച്ച് പച്ചക്കറി മേടിക്കണം. വൈഷ്ണവി: പച്ചക്കറിയോ? ഞാൻ നിന്നെ ഇവിടുത്തെ സെർവൻ്റ് ജോലി ചെയ്യാൻ വേണ്ടിയല്ല ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഓ പിന്നെ, സെർവൻസ് മാത്രമല്ലേ അടുക്കള ജോലി ചെയ്യുക? കൊട്ടാരത്തിൽ വരുന്ന ഈ കാലമാടിന് എന്തറിയാം? വൈഷ്ണവി ആത്മാ. എനിക്ക് കേരള ഫുഡ് വേണം. അതിനുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ ഇല്ല. അത് പുറത്തു നിന്നും മേടിച്ചേ പറ്റൂ. വൈഷ്ണവി: അതിന് ഇവിടെ സെർവൻസ് കാണും. മിണ്ടാതെ മുമ്പിൽ നിന്നും മാറി നിന്നേ. ഗൗരവത്തിൽ അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും, എൻ്റെ കയ്യിൽ പൈസ ഇല്ലട പട്ടി, ഇല്ലെങ്കിൽ ഞാൻ തനിച്ചു പോയി മേടിച്ചേനെ. വൈഷ്ണവി ആത്മ: എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. ആ ബോധം നിങ്ങൾക്കുണ്ടോ? അവൾക്കാണ് കേരള ഫുഡ് വേണ്ടത്. അത് ഞാൻ തയ്യാറാക്കി നൽകാമെന്ന് വാക്ക് പറഞ്ഞു പോയി. വൈഷ്ണവി അത് പറഞ്ഞതും അവൻ നടത്തം നിർത്തി അവിടെ നിന്നു. ഏൽക്കുന്നുണ്ട്. വൈഷ്ണവി ആത്മ. സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവളുടെ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടത് ഒരു ഭർത്താവിൻ്റെ ആവശ്യമാണ്. ഇവിടെ ഭർത്താവിന് പകരം 2ാം ഭാര്യയാണ് എല്ലാം ചോദിച്ചറിഞ്ഞത്. വൈഷ്ണവി അത് കേട്ടതും ആരവ് അവളെ ഒന്ന് ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി. വൈഷ്ണവി കയ്യും കെട്ടി അവിടെ നിൽപ്പുണ്ട്. ഒരു പ്രഗ്നൻ്റായ ഭാര്യയുടെ ആവശ്യങ്ങൾ ഒന്ന് നിർത്തി. നീ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ. ആരവ് ദേഷ്യത്തിൽ അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും വൈഷ്ണവി സന്തോഷത്തോടെ അവൻ്റെ അടുത്തേ കൂടി. അവർ 2 പേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വീട്ടിലെ മറ്റു അംഗങ്ങളെല്ലാം ആരവിൻ്റെ കല്യാണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇവരെ കണ്ടതും സംസാരം നിർത്തി
അത് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അവൻ മുന്നോട്ട് നടന്നു. കൂടെ തന്നെ വൈഷ്ണവിയും. ആരവ്, നീ ഇവിടെയും കൊണ്ട് എങ്ങോട്ടാ? ആരവിൻ്റെ അമ്മ. എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. കൂടെ തന്നെ വൈഷ്ണവിയും. ഇങ്ങനെ മറുപടി പറയണം, എന്തൊരു മനസ്സുഖം. വൈഷ്ണവി ആത്മ. മാനേജർ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വന്നതും, കാർ ഞാൻ എടുത്തോളാം, ഞാൻ ഇവിടെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്, താങ്കൾക്ക് ഓഫീസിലേക്ക് പോയിക്കോളൂ. ആരവ്. ഓക്കെ സർ. ആരവ് കാറിലേക്ക് കയറിയതും വൈഷ്ണവിക്ക് മാനേജർ കാറിൻ്റെ ഡോർ തുറന്നു നൽകിയിരുന്നു. അവൾ അദ്ദേഹത്തിന് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു നൽകി. ഇതാ ഇറങ്ങിക്കോ. അത് കണ്ടതും അവൾ ഗ്ലാസ് താത്തി തല പുറത്തേക്കിട്ട് ആ കെട്ടിടത്തിന് വലിപ്പമൊന്ന് നോക്കി. ഡി, എന്ത് ഈ കാണിക്കുന്നേ? ഈ വലിയ മാളിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ഇവിടെ കിട്ടില്ല. ഭക്ഷണം എന്ത് ഇവിടെ കിട്ടില്ലെന്നോ? ഇവിടെ എല്ലാം കിട്ടും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒന്നും കിട്ടില്ല. വാട്ട് ആർ യു മാഡ്? നീ എൻ്റെ ക്ഷമ പരിശോധിക്കാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ നോക്ക്. പറ്റില്ല, ഞാൻ ഇവിടെ നിന്നും ഇറങ്ങില്ല. ഞാൻ പറയുന്ന ഒരിടമുണ്ട്, അവിടേക്ക് തന്നെ പോകണം. നീ പറയുന്നത് നടത്താൻ നിൽക്കുകയല്ല ഞാൻ. ഒന്നെങ്കിൽ നീ ഇവിടെ ഇറങ്ങും, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. ആരതിന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും, ഇയാളോട് ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ അടി വീയുമെന്നോറപ്പ. വൈഷ്ണവി ആത്മ. എനിക്ക് വേണ്ടിയൊന്നുമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്, പ്രഗ്നൻ്റായ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ. ആ ഭാര്യയുടെ നിർത്ത്, നിനക്ക് എങ്ങോട്ടാ പോവേണ്ടത്? അതും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തിൽ വണ്ടി എടുത്തതും അവൾ ഉള്ളിൽ കളിയാക്കി ചിരിയോടെ ഇരുന്നു. അങ്ങനെ അവൾ കാണിച്ചു നൽകിയ സ്ഥലത്തെത്തിയതും അവൻ ഞെട്ടിപ്പോയി. ആളുകളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്തയായിരുന്നു അത്. അത് കണ്ടതും ഞെട്ടിക്കൊണ്ട് അവൻ അവളെ നോക്കി. ഈ തെരുവിലാണോ നീ പറഞ്ഞ എല്ലാം കിട്ടുന്ന പ്ലേസ്? അവൻ ഞെട്ടലോടെ ചോദിച്ചു. ഇത് തെരുവല്ല, ചന്ത എന്ന് പറയും. നോക്കി നിൽക്കാതെ ഇറങ്ങാൻ നോക്ക്. വാട്ട്? ഞാനോ? ഞാനില്ല. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ സാധനങ്ങൾ മേടിക്കും? വാ. വൈഷ്ണവി. ഇങ്ങനെയുള്ള ഇടത്തേക്ക് ഞാനോ? നോ, നെവർ. അവൻ പുറത്തേക്ക് നോക്കി ഇഷ്ടപ്പെടാതെ പറഞ്ഞതു. ഭാര്യ പ്രഗ്നന്റ് ഡീ, കുറെ നേരമായി അവളുടെ ഒരു പ്രഗ്നന്റ്. അവൻ കൈ ഓങ്ങിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞതും വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് കണ്ണുകളടച്ചു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ നേരെ പോയി കാൽ ചവിട്ടിയത് ചാണകത്തിലായിരുന്നു. വാട്ട് നോൺസെൻസ്! ആരവ് ദേഷ്യത്തിൽ പറഞ്ഞതും അവിടെയുള്ളവരെല്ലാം അവനെ നോക്കി. വൈഷ്ണവി അത് കണ്ട് ഓടിച്ചാടി വന്ന് നോക്കുമ്പോൾ, ഇത് ചാണകമല്ലേ, ഇതൊക്കെ പോകുന്ന വഴി കേൾക്കുക, പിന്നെ നോക്കി നടന്നു, ഇതുപോലെ ഒരുപാട് കാണും. അവൾ അതും പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി. അവൾ തിരിഞ്ഞു നടക്കുവല്ലായിരുന്നു, ശരിക്കും തിരിഞ്ഞ് ചിരിക്കുമായിരുന്നു. അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി നിന്നതും പെട്ടെന്ന് ഒരാൾ വന്ന്, സർ പോരുന്നോ? ഒരു സ്ത്രീ വശ്യമായ രീതിയിൽ പറഞ്ഞത്. നോൺസെൻസ്! അതും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് മുമ്പിൽ നടന്നു പോകുന്ന വൈഷ്ണവിയുടെ അടുത്തേക്കൂടി. ഇത് ഷൂവിലായിട്ട് ഞാൻ എങ്ങനെ നടക്കുക? എന്ത് സ്ഥലമാ ഇതൊക്കെ? നീ പെട്ടെന്ന് മേടിച്ചു വന്നേ. അവളുടെ കൂടെ നടന്നുകൊണ്ട് അവിടെ മുഴുവൻ വീശിച്ചു കൊണ്ട് പറഞ്ഞു. ധൃതി പിടിക്കാതെ ഭർത്താവേ. അവളുടെ ഭർത്താവേ എന്നാ വിളി കേട്ടതും അവനൊന്ന് ഷോക്കായി നിന്നു.
ഒരു കട കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നു. അവൾക്ക് വേണ്ടത് ഓരോന്നും അവൾ ഒരു പാത്രത്തിലേക്ക് ഇടാൻ തുടങ്ങി. ഒടുവിൽ പച്ചക്കറി തിരിച്ചും മറിച്ചും നോക്കി ഓരോന്നും ഇടുന്നത് അവൻ നോക്കി നിന്നു. അവനാണെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തർ ആ തിരക്കിൽ തട്ടിയും മുട്ടിയും പോകുന്നത് അവന് തീരെ ഇഷ്ടമാകുന്നില്ല. അവരെല്ലാം നോൺസെൻസ് എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽപ്പ്. കൂടാതെ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടൂരി കൈ പിടിച്ചു. വൈഷ്ണവിക്ക് അതെല്ലാം കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. ഇനി പണം നൽകിക്കോ, എല്ലാം കിട്ടി. വൈഷ്ണവി അത് കേട്ടതും അവൻ പെട്ടെന്ന് തന്നെ ഹൗ മച്ച്. അത് കേട്ടതും ആ കടക്കാരൻ അവളെ ഒന്ന് നോക്കി. ഓ, മലയാളത്തിൽ പറ, ഈ ചേട്ടൻ മലയാളിയാ. ചേട്ടാ എത്രയായി എന്നാ ചോദിച്ചത്. വൈഷ്ണവി അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ കാർഡ് നീട്ടി. ഇതെന്താ മോനെ? വാട്ട്, ഇവിടെ കാർഡ് എടുക്കില്ലേ? എന്നെ കളിയാക്കുവാണോ മോനെ? അത് കേട്ടതും ആരോ ഗൗരവത്തിൽ വൈഷ്ണവിയെ നോക്കി. ജിപേ ഉണ്ടോ, ഫോൺ പേ ഉണ്ടോ? അതുണ്ടെങ്കിൽ നടക്കും. വൈഷ്ണവി 1200 മോനെ. അവൻ ഫോൺ പേ ചെയ്തിട്ട് വൈഷ്ണവിയെ നോക്കി ദേഷ്യത്തിൽ മുന്നോട്ട് പോയതും. ഏയ് ഭർത്താവേ, ഇങ്ങനെ ദേഷ്യം കാണിച്ചോടാതെ ആ ചാണകം കഴുകണ്ടേ. വൈഷ്ണവി അത് കേട്ടതും അവൻ അവിടെ നിന്നും അവളെ ദേഷ്യത്തിൽ നോക്കി. വാ, അവിടെ ഒരു പൈപ്പുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവനെ അവൾ അങ്ങോട്ട് കൊണ്ടുപോയി. അവൻ കാൽ അതിൻ്റെ താഴേക്ക് നീട്ടി. വെള്ളം വരാത്തത് കണ്ട് അവൻ അവളെ നോക്കി. ഇത് നിങ്ങളുടെ വീട്ടിലെ പൈപ്പല്ല, കാൽ കാണുമ്പോഴേക്കും വെള്ളം വരാൻ. ഇത് ഇവിടെ ഇങ്ങനെ അമർത്തണം. അതും പറഞ്ഞു വൈഷ്ണവി അത് പുറകിൽ നിന്നും അമർത്തി നൽകിയതും അവൻ്റെ കാലിലേക്ക് വെള്ളം വീണു. അവൻ്റെ കാൽ കഴുകി അവളെ നോക്കിയതും ആ പൈപ്പിൽ പിടിച്ച് അമർത്തി കൈ ചുവന്നിട്ടുണ്ടായിരുന്നു. അത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾ അതൊന്നും കാര്യമേ ആക്കിയില്ല. ഭർത്താവേ, ഇനി ശ്രദ്ധിച്ച് നടക്കണേ. അവൻ്റെ പുറകെ നടന്ന് കളിയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് നടന്നു. കാറിൽ കയറിയതും അവൻ പെട്ടെന്ന് തന്നെ ഷർട്ടിൻ്റെ ബട്ടൺ അയച്ച് AC ഓൺ ചെയ്തു. അത് കണ്ടതും അവളൊന്ന് പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഹോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ഭർത്താവേ. ആ വലിയ കൊട്ടാരത്തിൽ വളർന്നിട്ടാണ് ഇതെല്ലാം എത്ര ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഈ തെരുവിൽ ഉള്ളവരോട് ഒന്ന് സംസാരിച്ചാൽ കുറച്ച് ദിവസം ജീവിച്ചാൽ അറിയും എത്രയേറെ ബുദ്ധിമുട്ടാണ് എന്നും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇവർ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതും. വൈഷ്ണവി, നീ ഈ തെരുവിലല്ലേ വളർന്നത്? അത് നിനക്ക് മനസ്സിലാവുന്ന പോലെ എനിക്ക് മനസ്സിലാവില്ല. അല്പം ഗൗരവം അവൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു. തെരുവിൽ വളരാൻ അവിടെ ജനിക്കണമെന്നില്ല, സാഹചര്യം കൊണ്ടെത്തിച്ചോളും. ഇപ്രാവശ്യം അവൾ നല്ല ഗൗരവത്തിലായിരുന്നു പറഞ്ഞത്. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് നോക്കി. അവൻ കാർ മുന്നോട്ടെടുത്തു. അവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൾ തുടക്കുന്നത് അവൻ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് വിഷമമായിട്ടാണോ ഇവൾ കരയുന്നേ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ആരവാത്മാ. രാത്രി വൈഷ്ണവി ഇന്ന് നടന്നതെല്ലാം ഒരു പുഞ്ചിരിയോടെ ആലോചിച്ചു കൊണ്ട് അവൾ ഉണ്ടാക്കിയ ഭക്ഷണം അവന് വേണ്ടി അവൾ ഒരു പാത്രത്തിൽ മാറ്റിവെച്ചു. വൈഷ്ണവിയും ദീപ്തിയും ആദ്യമേ കഴിച്ചിരുന്നു. ദീപ്തി ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോഴാണ് വൈഷ്ണവി അവളുടെ മുറിയിലേക്ക് വന്നത്. അവൾ ഓരോന്നാലോചിച്ചുകൊണ്ട് കിടക്കയിലേക്ക് കിടന്നു. ഇങ്ങനെ 2 പ്രാവശ്യം ആ ചന്തയിലേക്ക് കൊണ്ടുപോയാൽ 1 വർഷമല്ല, നാളെ തന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യും, അത് ഉറപ്പാ. ഒരു ചിരിയോടെ അത് ആലോചിക്കുമ്പോഴാണ് മുറിയിലേക്ക് ആരോ വരുന്നതിൻ്റെ ഷൂവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവൾ പെട്ടെന്ന് കിടക്കയിലേക്ക് ഉറങ്ങിയതുപോലെ കണ്ണടച്ച് കിടന്നു. അവൻ മുറിയിലേക്ക് വന്ന് അവളെ ഒന്ന് നോക്കി. ഒന്ന് ഫ്രഷായി വന്ന് ടേബിളിലേക്ക് നോക്കുമ്പോൾ ഫുഡ് കണ്ടതും അവൻ ഓരോ പാത്രവും തുറന്നു നോക്കി. വാ, ഇത്രയും ഇവൾ ഉണ്ടാക്കിയോ? അതും ആലോചിച്ച് അവൻ ഓരോന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചതും ഇഷ്ടമായതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും എടുത്ത് കഴിച്ചു.
ഒടുവിൽ ആ പാത്രങ്ങളെല്ലാം കാലിയായപ്പോഴാണ് കഴിഞ്ഞെന്ന സത്യം അവൻ തിരിച്ചറിയുന്നത്. എൻ്റെ വയറ് ഒരുപാട് നിറഞ്ഞുപോയി. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് കൈ കെട്ടി വൈഷ്ണവി നിൽപ്പുണ്ട്. തുടരും. ഇഷ്ടമായാൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ.